അങ്ങനെ എല്ലാവരും കാത്തിരുന്ന UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്കുള്ള ഔദാര്യമല്ലെന്നും ആദരവാണെന്നും നിറകണ്ണുകളോടെയാണ് ചരിത്ര പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തമ്പാനൂർ ടെർമിനൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2 പേർക്ക് മുഖ്യമന്ത്രി തന്നെയാണ് സൗജന്യ യാത്രയുടെ ആദ്യ ടിക്കറ്റുകൾ കൈമാറിയത്. തുടർന്ന് തമ്പാനൂരിൽ നിന്നുള്ള ആദ്യ യാത്രയിൽ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പങ്കെടുത്തു. KSRTCയിൽ PSC വഴി നിയമനം ലഭിച്ച ആദ്യ വനിതാ ഡ്രൈവറായ പെരുമ്പാവൂർ ഡിപ്പോയിലെ VP ഷീലയാണ് ആദ്യ യാത്രയിൽ സാരഥിയായത്. ജയകുമാരിയായിരുന്നു കണ്ടക്ടർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ 20 VIPകൾ ബസ്സിൽ യാത്ര ചെയ്തു. തൃശൂരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രിയദർശിനി പദ്ധതിക്ക് പച്ചക്കൊടി ചെയ്തു. അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുൻപ് KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യം അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത് അഭിമാന നിമിഷമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചു. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ ഇക്കാര്യം പറഞ്ഞത്. അധികാരമേറ്റ് 1 മാസം തികയുന്നതിന് മുൻപ് വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സൗജന്യ യാത്ര സ്ത്രീകൾക്കുള്ള ഔദാര്യമല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. സ്ത്രീകൾക്ക് അഭിമാനത്തോടെ സർക്കാർ വണ്ടിയിൽ സൗജന്യമായി യാത്ര ചെയ്യാം. ഈ പദ്ധതി കൊണ്ട് സാമ്പത്തിക സാമൂഹിക പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. KSRTC യാത്രക്കാർ സാധാരണ സ്ത്രീകളാണ്. മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾ, ഫ്ളാറ്റുകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ടവർ, വിദ്യാർത്ഥിനികൾ, ജീവനക്കാർ, ആശുപത്രികളിലേക്കും ബാങ്കുകളിലേക്കും പോകുന്നവരാണ് KSRTCയിലെ കൂടുതൽ യാത്രക്കാരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും ഗതാഗത മന്ത്രിയിലും ടീമിലെ വിശ്വാസമെന്നും VD സതീശൻ വ്യക്തമാക്കി. പൊതുഗതാഗതം മികച്ചതാക്കണമെന്നാണ് സർക്കാരിന്റെ സ്വപ്നമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. സ്വകാര്യ മേഖലയിൽ നഷ്ടമുണ്ടായാൽ സർക്കാർ നികത്തും. സൗജന്യ യാത്രയിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മെൻസ് അസോസിയേഷൻ സമരം രസകരമായി കാണുന്നു. പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്താൽ മിച്ചം വരുന്ന തുക ആരൊക്കെ വീട്ടിൽ നൽകും? ഒരു ചെറിയ ശതമാനം നൽകും. ബാക്കി തുക സർക്കാരിന് തന്നെ ലഭിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഓർഡിനറി നിരക്കുള്ള സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ്, ടൗൺ ടു ടൗൺ തുടങ്ങിയ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. അതേസമയം പ്രിയദർശിനി പദ്ധതിക്ക് പരമാവധി പ്രചാരണം നൽകാനും പാർട്ടി ഘടകങ്ങൾക്ക് KPCCയുടെ നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തുടനീളം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഇടയിൽ പ്രചാരണം നടത്തി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തുകയാണ് ലക്ഷ്യം. മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകർ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പ്രചരണത്തിനിറങ്ങണം. അതുപോലെ ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ, വാർഡ് തലത്തിൽ വിശദീകരണ യോഗങ്ങൾ, ഗൃഹസമ്പർക്ക പരിപാടികൾ, പദ്ധതിയുമായി ബന്ധപ്പെട്ട പരസ്യ ബോർഡുകൾ, പദ്ധതി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നിവയെക്കുറിച്ചെല്ലാം ബസ് സ്റ്റാൻഡുകളിൽ വിശദീകരണ യോഗങ്ങൾ, അതുപോലെ സമൂഹ മാധ്യമത്തിലൂടെയുള്ള പ്രചരണം എന്നിവയും പാർട്ടി നടത്തുമെന്നാണ് നിലവിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കണമെന്നാണ് KPCC അടക്കം പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന പ്രധാന നിർദ്ദേശം. മറുവശത്ത് പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം CPM ബഹിഷ്കരിച്ചു എന്നുള്ള കാര്യം കൂടി പറയേണ്ടതാണ്. ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മുഴുവൻ MLA മാർക്കും പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിട്ടുനിൽക്കൽ. സൗജന്യ യാത്ര സംബന്ധിച്ച് UDF പറഞ്ഞതല്ല നടപ്പാക്കുന്നതെന്നും ആളെ പറ്റിക്കുന്ന നിലപാടാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം CPMന്റെ ബഹിഷ്കരണം ചരിത്രപരമായ വിഡ്ഢിത്തമാവരുതെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ ഈ വിട്ടുനിൽക്കലിനെ സംബന്ധിച്ച് പ്രതികരിച്ചത്. ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നാം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധം അത് സ്വകാര്യ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും പ്രതിഷേധമായിരുന്നു. അവരുടെ വരുമാനത്തിൽ ഈ പദ്ധതി മൂലം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു പ്രധാനമായും അവരുന്നയിക്കുന്ന ഒരു വാദം. അതിന് മുഖ്യമന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകിയിരുന്നു. പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായാൽ അത് നികത്താനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. അതുപോലെ ഒരു മേഖലയും തളരരുത്, എല്ലാ മേഖലകളെയും താങ്ങി നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാനായെന്ന സന്തോഷത്തോടെയാണ് ഈ ബസ്സിൽ യാത്ര തുടങ്ങുന്നത്. ഇത് വെറുമൊരു ബസ് യാത്രയല്ല, കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയും അവരെ സ്വയം പര്യാപ്തതയിലേക്കും സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കും നയിക്കുന്ന ഒരു യാത്രയുടെ തുടക്കമാണ്. പുതിയുഗ കേരളത്തിലേക്കുള്ള UDF സർക്കാരിന്റെ നിർണായക ചുവടുവെപ്പ് കൂടിയാണ് ഈ യാത്രയെന്നും VD സതീശൻ പറഞ്ഞു. പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കുന്ന മാറ്റം എല്ലാ വീടുകളിലും ഉണ്ടാകും. പ്രത്യേകിച്ചും ജോലി സംബന്ധമായി കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന 10,000 കണക്കിന് സ്ത്രീകൾക്ക്
ഇത് വലിയ ആശ്വാസമാകുമെന്നും ഇത്രയും നാൾ ടിക്കറ്റിന് വേണ്ടി മുടക്കിയിരുന്ന പണം അവരുടെ ചെറിയൊരു സമ്പാദ്യമായി മാറട്ടെ, അത് ആ സ്ത്രീയുടെ ആത്മവിശ്വാസവും മനക്കരുത്തും വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിനിടയിൽ കൊല്ലത്ത് ഈ സൗജന്യയാത്ര ഉദ്ഘാടനത്തിനിടയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി ബിന്ദു കൃഷ്ണ യാത്ര നടത്തുന്നതിനിടയിൽ മന്ത്രിയുടെ തലയിൽ ചൂടുള്ള പായസം വീഴുകയായിരുന്നു. മന്ത്രിക്ക് നൽകുന്നതിനായി ഈ കോൺഗ്രസ് പ്രവർത്തകർ ബസ്സിലേക്ക് പായസം എത്തിച്ചിരുന്നു. ഇതിനിടയിൽ ബസ്സിനുള്ളിൽ അനുയായികളുടെ യാത്രക്കാരുടെയും ഒക്കെ വലിയ തിരക്കുമുണ്ടായി. തിരക്കിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഈ പായസം നിറച്ച ഒരു ഗ്ലാസ് അത് മന്ത്രിയുടെ തലയിലേക്ക് തട്ടി പായസം ദേഹത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. സംഭവം മനഃപൂർവ്വമല്ലെന്നും ബസ്സിനുള്ളിലെ തിരക്കാണ് കാരണമെന്നും പ്രവർത്തകർ അറിയിച്ചു. എന്തായാലും ഈ സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും തിരിച്ചറിയൽ കാർഡോ അതുപോലെ രജിസ്ട്രേഷനോ ആവശ്യമില്ല എന്നതുകൂടി എടുത്തു പറയുകയാണ്. പ്രായത്തിനും പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവുമില്ല. എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതിനാൽ വിദ്യാർത്ഥിനികൾക്ക് ഇനി മുതൽ ഓർഡിനറി KSRTCകളിൽ ആ ബസ്സുകളിൽ ഇനി മുതൽ കൺസെഷൻ ടിക്കറ്റും കാണിക്കേണ്ട ആവശ്യമില്ല. സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളുടെ മുന്നിലും സൈഡിലുമായി പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ടാകും. ഇതിനു പുറമെ സ്റ്റിക്കറും പതിപ്പിക്കും. കഴിഞ്ഞ ദിവസം ടിക്കറ്റിന്റെ മാതൃക KSRTC പുറത്തിറക്കിയിരുന്നു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിരുന്നു നമ്മൾ ഈ കണ്ടതുപോലെയുള്ള KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു പ്രഖ്യാപനം നടത്തിയത്. തുടർന്ന് പ്രകടന പത്രികയിലും UDF ഇക്കാര്യം ഉൾപ്പെടുത്തി. അധികാരത്തിലെത്തിയാൽ മെയ് 15 മുതൽ പദ്ധതി നടപ്പിലാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കവും മറ്റ് സത്യപ്രതിജ്ഞാ ചടങ്ങും ഒക്കെ വൈകാൻ കാരണമായെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെയായിരുന്നു എന്തായാലും ഈ പ്രഖ്യാപനം. എന്തായാലും പ്രതിപക്ഷം, അതായത് പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായ CPM ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നുവെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സൗജന്യ യാത്ര സംബന്ധിച്ച് ആളെ പറ്റിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചതെന്നുള്ളതായിരുന്നു വിട്ടുനിൽക്കലിന് കാരണമായി CPM പറഞ്ഞത്. കൊച്ചിയിലൊക്കെ അതേപോലെ ഈ സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച ഈ ദിവസം മുതൽ തന്നെ വലിയ ഭീകരമായ തിരക്കാണ് കൊച്ചിയിലും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. അതുപോലെ അത്തരത്തിൽ എങ്ങനെയാകും സ്ത്രീകളുടെ ഈ തിരക്ക് നിയന്ത്രിക്കുക? ഒരുപക്ഷെ ഇത്തരത്തിൽ തിരക്ക് കൂടുമ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വരും ദിവസങ്ങളിൽ സർക്കാരിന് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കേണ്ടി വരുമോ? രാഹുലേഷ് ഉൾപ്പെടെയുള്ള മെൻസ് കമ്മീഷൻ, അതുപോലെ മെൻസ് അസോസിയേഷൻ, സ്വകാര്യ ബസ് സംഘടനകളും ഒക്കെ ഇനിയും അങ്ങോട്ട് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഈ യാത്രയുമായി ബന്ധപ്പെട്ട്.